അഭിമന്യുവിന്റെ പാർട്ടിക്ക് ഏതായാലും അഭിമന്യുവിനോട് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അഭിമന്യു കൊല്ലപ്പെട്ടപ്പോ ആ അഭിമന്യുവിന്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് കേരളത്തിലെ എല്ലാ മനുഷ്യ സമൂഹവും. അതിനകത്ത് CPM മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അഭിമന്യുവിനെ പാർട്ടി കൈവിട്ടു. പക്ഷേ മതേതര വിശ്വാസികൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളും പരിശോധിക്കും. തീർച്ചയായിട്ടും 900 വോട്ടിനാണല്ലോ അവിടെ ഇടതുപക്ഷം ജയിക്കുന്നത്. SDP അതിന്റെ മുമ്പ് അവിടെ ഒറ്റക്ക് മത്സരിച്ച സമയത്ത് 1500-ലധികം വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചതെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരോപണം ജയിച്ചതുപോലെ അല്ല. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് 4 ലക്ഷം വോട്ടിനാണ്. എന്നാൽ 900 വോട്ടിനാണ് അബ്ദുറഹ്മാൻ അവിടെ ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരുടെ പിന്തുണയിലാണ് ജയിച്ചതെന്ന് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ആ ബോധ്യമാണിപ്പോ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ പിണങ്ങി എന്നറിഞ്ഞപ്പോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രി നേരിട്ട് പത്രസമ്മേളനം നടത്തുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഒരു അക്ഷരം SDP-ക്കെതിരെ അത് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ആ വോട്ടാണ് എന്നെ ജയിപ്പിച്ചത്, അതിന്റെ ഫലമായിട്ടാണ് മന്ത്രിസ്ഥാനം ലഭിച്ചതെന്നൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷെ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു ഡീല് നടക്കുമ്പോ SFIയും DYFI അതിനകത്തും ആത്മാർത്ഥമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ ഡീലിനെ ഒന്നും അനുകൂലിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. അവർ പരസ്യമായി രംഗത്ത് വരട്ടെ. അഭിമന്യുവിന്റെ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യുന്ന ആളുകൾ നേതൃതലത്തിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ. എന്താ സംശയം? അല്ലെങ്കിൽ ഈ കോടതിയിൽ നിന്ന് ഇത്രയും വലിയ രേഖകൾ നഷ്ടപ്പെട്ടിട്ട് ഒരു സമരം, ഒരു കോടതി, ഇവിടെ കോടതി ഉത്തരവ് എതിരായിട്ട് മജിസ്ട്രേറ്റിനെ അല്ലെങ്കിൽ ജഡ്ജിയെ നാട് കടത്തിയ പാരമ്പര്യമല്ലേ DYFIക്കുള്ളത്? കോടതി ഉത്തരവ് എതിരായിട്ട് കോടതിക്കെതിരെ ശുംഭൻ പരാമർശം നടത്തിയ നേതാക്കന്മാരെ അല്ലേ CPM-നകത്തുള്ളത്? എന്നാ കോടതിയിലേക്ക് ഒരു സമരമെങ്കിലും നടത്തണ്ടേ പേരിന്? DYFI SFI പോലീസിലൊരു പരാതിയെങ്കിലും കൊടുക്കണ്ടേ DYFIയും SFIയും? കാരണം നേതാക്കന്മാർ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ രേഖകൾ ദുരൂഹമായി അങ്ങ് ഗ്യാസായി പോയതാണോ? അതിന്റെ പിന്നിൽ ഒരു അന്വേഷണം നടക്കണ്ടേ? ചെറിയ കാര്യത്തിൽ ഇത്ര നിർണായകമായ മാധ്യമങ്ങളും ആ കാര്യം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു കൊലപാതക കേസിൽ ഇത്രയും നിർണായകമായ തെളിവുകൾ നഷ്ടമാകുന്നത് വലിയ തോതിൽ ചർച്ചയാകുന്നില്ല. അതിനകത്ത് ഭരണകക്ഷിക്ക് പരാതിയില്ല, അഭിമന്യു പ്രവർത്തിച്ച പാർട്ടിക്ക് പരാതിയില്ല, ആക്ഷേപമില്ല. ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം തെളിവുകളൊക്കെ ഇതിനകം നഷ്ടമായി കഴിഞ്ഞു. ഇനി പുനഃസൃഷ്ടിച്ച തെളിവുകൾക്ക് എന്ത് വാല്യൂ ആണ് കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത്? അപ്പൊ ഞങ്ങൾ ആലോചിക്കേണ്ടത്, ഞങ്ങളിന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. അഭിമന്യുവിന്റെ പാർട്ടിക്ക് ഏതായാലും അഭിമന്യുവിനോട് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അഭിമന്യു കൊല്ലപ്പെട്ടപ്പോ ആ അഭിമന്യുവിന്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് കേരളത്തിലെ എല്ലാ മനുഷ്യ സമൂഹവും. അതിനകത്ത് CPM മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അഭിമന്യുവിനെ പാർട്ടി കൈവിട്ടു. പക്ഷേ മതേതര വിശ്വാസികൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളും പരിശോധിക്കും.